ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസ് ടേസ്റ്റി ഫൺ. ഇനി നിങ്ങൾ ആരും പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ലെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഇന്നത്തെ നമ്മുടെ കിച്ചണിൽ നല്ല ഈസി വേയിൽ ലെസ് ഓയിൽ നല്ല സോഫ്റ്റ് ലേഡ് ആയിട്ടുള്ള ഒരു പൊറോട്ട നമ്മൾ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടുള്ളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു റെസിപ്പിയിലോട്ട് ഒന്ന് കിടക്കാം. പൊറോട്ട തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബേസനിൽ ഒരു സ്ട്രെയിനർ വെച്ചതിന് ശേഷം ഒരു 4 കപ്പ് മൈദ നന്നായിട്ടൊന്ന് തെള്ളിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/2 കിലോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ഒന്ന് തെളിയെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യാനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഇതിലോട്ട് ചേർത്തതിന് ശേഷം ഇതിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നമ്മുടെ സാധാരണ റവ ചേർക്കാം. അതായത് നമ്മൾ ഉപ്പുമാവ് തയ്യാറാക്കുന്ന റവ. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റവ ചേർക്കുന്നത് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാനും പിന്നെ നമ്മുടെ മൈദ നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഇച്ചിരി വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ ആ റവ ഒന്ന് വലിച്ചെടുത്തോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യാനുസരിച്ച് നമ്മൾ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊരു മീഡിയം സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറേശ്ശെ ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊരു സോഫ്റ്റ് മീഡിയം ഡോ ആയിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ഞാൻ ചെയ്യുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് കൈമേ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവെല്ലാം ഒന്ന് മാറി നല്ല സോഫ്റ്റ് ഡോ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് കുഴച്ചതിന് ശേഷം നമുക്ക് ആ ഒരു മാവിൻ്റെ പാത്രം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം വേറൊരു വലിയ ബേസിൻ എടുക്കാം. അതിലോട്ട് ഓയിൽ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ആ ഡോ ഒന്ന് 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഒരു ചെറിയ ഉരുളയായിട്ടൊന്ന് പീസസ് ആക്കി എടുക്കാം. അതായത് നമുക്ക് എത്രമാത്രം വലിപ്പമുള്ള പൊറോട്ടയാണ് തയ്യാറാക്കുന്നത് അത്രയും വലിപ്പത്തിൽ നമുക്ക് ഇതൊന്ന് സ്പ്ലിറ്റ് ഔട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇതേ വലിപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ബോൾസ് എല്ലാം സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് ഞാൻ ഇതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇതുപോലെ ബോളാക്കിയതിന് ശേഷം നമുക്ക് പുറമിൽ നിന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന രീതിയിൽ പുറമിൽ നിന്ന് ഇൻസേർട്ട് ആക്കി ഉള്ളിലോട്ട് അകത്തോട്ട് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് നന്നായിട്ട് റൗണ്ട് ആക്കി ഈ ഒരു പരുവത്തിലായതിനു ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് ആ ഒരു ബേസനിലോട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇതുപോലെ ചെയ്ത് നമുക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ബോൾസ് എല്ലാം റെഡിയാക്കി ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടെ ഒന്ന് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. തണുത്ത ടർക്കി വെച്ച് ക്ലോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതാ നോക്കിക്കോളൂ, ഒരു 1/2 മണിക്കൂറിന് ശേഷം നമ്മുടെ ഡോ ഒന്ന് നമുക്ക് നോക്കാം. ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന ഡോ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ത് സോഫ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു ബോൾസ് റെഡി ആയിരിക്കുന്നത്. ഇനി ഓരോന്നായിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബോൾ എടുത്തിട്ട് നന്നായിട്ട് ആ മൈദപ്പൊടിയിലോട്ട് നന്നായിട്ട് കോട്ടിങ് ചെയ്തതിന് ശേഷം ഒരു റോളർ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. പരത്തുമ്പോൾ ഒട്ടൽ പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇതുപോലെ തൂകിയതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഷേപ്പ് ഒന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല. നീളത്തിൽ നല്ല കനം കുറഞ്ഞ് ഈ ഒരു രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഒരു നൈഫ് എടുക്കുക. നൈഫ് എടുത്തതിന് ശേഷം ഇതുപോലെ ഞാൻ കാണിക്കുന്ന രീതിയിൽ നേരെ ഒന്ന് വരങ്ങിയെടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് വരങ്ങിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തടവി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് നമ്മുടെ മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കാം. ലെയർസ് സ്പ്ലിറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടി ഒന്ന് തൂക്കി കൊടുക്കുന്നത്. അതിനുശേഷം ഒരു നൈഫ് വെച്ചോ അല്ലെങ്കിൽ കേക്കിൻ്റെ നമ്മുടെ ബേസ് ഒന്ന് ക്ലിയർ ആക്കുന്ന ആ ഒരു പ്ലാസ്റ്റിക് മോഡൽ വെച്ച് വേണം നമുക്ക് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. കൗണ്ടർ ടോപ്പിൽ നിന്ന് ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നീളത്തിൽ പിടിച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതായത് ഇച്ചിരി വലിഞ്ഞ് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ പൊറോട്ടയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ കടയിലൊക്കെ അവരെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യാറില്ലേ, അതുപോലെ ഒന്ന് റോൾ ചെയ്തേക്കാം. അതിനുശേഷം അതിൻ്റെ എഡ്ജ് ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് ആക്കി കൊടുക്കാം. അപ്പോൾ നോക്കിക്കൊള്ളൂ, നമ്മുടെ പൊറോട്ടയുടെ ഫസ്റ്റ് ലെയർ അതായത് നമ്മുടെ റോൾ ഇവിടെ റെഡിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ചെയ്ത റോൾസ് എല്ലാം നന്നായിട്ട് ഓയിലിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അത് നോക്കിക്കോളൂ, നമ്മുടെ റോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് പരത്തിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം നമ്മുടെ ചപ്പാത്തി പലക എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ നമ്മൾ റോൾ ചെയ്ത് അതായത് സ്ട്രിങ് ആക്കി വെച്ചിരിക്കുന്ന ആ റോള് നമുക്ക് എടുക്കാം. അതിന് ശേഷം കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. നമ്മുടെ കൈപ്പത്തിമേലിന് ജസ്റ്റ് നമ്മൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ടൊന്ന് പരത്തി വരും. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 2-3 എണ്ണം കൂടെ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇതാ നോക്കിക്കോളൂ, ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കയ്യിലിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിലെ ഈ ഒരു ഭാഗം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടോളൂ, നന്നായിട്ടൊന്ന് പരത്തി കിട്ടുന്നല്ലേ.
എത്ര പെട്ടെന്നാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ നമുക്കൊന്ന് ചുട്ടെടുത്താലോ? അതിനായിട്ട് നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഇരുമ്പിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ മേലെ ഇത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ പൊറോട്ട റെഡിയാക്കി വെച്ചിരിക്കുന്നത് അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഷെയ്ഡ് മാറിയതിന് ശേഷം നമുക്ക് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഷെയ്ഡ് മാറി വരുമ്പോഴത്തേന് വീണ്ടും ഒന്ന് മറിച്ചിടാം. അതിന് ശേഷം ആ ഒരു മേലിൽ 2 സൈഡിലും നമുക്ക് നന്നായിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തെടുക്കാം കേട്ടോ. ചിലർ ഗീ അതായത് നെയ്യ് തേക്കാറുണ്ട്, ചിലർ ഓയിൽ. നമുക്ക് ഓയിലിങ്ങാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 2 സൈഡ് നന്നായിട്ടൊന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇതാ നോക്കിക്കോളൂ, നന്നായിട്ടത് ചുട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഏകദേശം ഒരു 2-3 എണ്ണം ചുട്ടെടുത്തതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രിങ്സ് ഒന്ന് റിലീസ് ചെയ്ത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഞാനൊരു 3 പൊറോട്ട നമ്മുടെ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ലെയേഴ്സ് ഒന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടോടെ നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. നോക്കിക്കൊള്ളൂ, നല്ല പെർഫെക്റ്റ്ലി നമ്മുടെ ലെയറായിട്ട് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. വാവ്, നോക്കിക്കോളൂ എന്ത് ലെയേഴ്സായിട്ടാണ് നമുക്ക് ഈ ഒരു പൊറോട്ട നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അധികം ഓയിലും യൂസ് ചെയ്തിട്ടില്ല, അധികം നേരം നമ്മൾ റെസ്റ്റിനും വെച്ചിട്ടില്ല, അധികം ഒന്ന് കുഴച്ച് നമ്മുടെ കൈയും വേദനിപ്പിച്ചിട്ടില്ല. അത്രയ്ക്ക് പെട്ടെന്ന് നല്ല സോഫ്റ്റ് ലെയർഡായിട്ട് പൊറോട്ട നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഈ ഒരു റെസിപ്പി അനുസരിച്ച് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് തന്നെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.